ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും രാജേഷ്. ഇതുവല്ല നടപ്പിലാവോ? മമ്മൂട്ടി മോഹൻലാൽ, മോഹൻലാൽ മമ്മൂട്ടി. എൻ്റെ പൊന്നു രാജേഷെ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഇന്നലെ ജോയിൻ ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കം സൂപ്പർ സീനിയർ ആയ അസോസിയേറ്റ് ഡയറക്ടർ GK പോലുള്ളവർ പോലും ആദ്യം ചോദിക്കുന്നത് മമ്മൂക്കാനെയും ലാൽ സാറിനെയാണ്. അവർക്ക് എത്ര പേർക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റും? നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം ആ പിള്ളേരോട് പോയി ഒരു ചെറിയ പടം ചെയ്ത് പ്രൂവ് ചെയ്ത് വരാൻ പറ. ആ അത് തന്നെ. എന്നിട്ട് നമുക്കേ APയോടോ AJയോടോ പറഞ്ഞിട്ട് നേരിട്ടൊരു സിറ്റിങ്ങിനുള്ള ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. ആരാന്നോ? അത് ഈ AP എന്ന് പറഞ്ഞാണല്ലോ ആന്റണി പെരുമ്പാവൂർ, AJ എന്ന് പറഞ്ഞാൽ ആലോ യൂസഫ്. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇരിപ്പ് വെച്ച് ഞാനങ്ങനെ വിളിക്കുന്നത്. നിങ്ങൾ വിളിക്കില്ല കേട്ടോ, നിങ്ങൾ വിളിച്ചാൽ ഇഷ്ടപ്പെടില്ല. വെക്കലേ. അതെ, നിന്റെ വീടിൻ്റെ അടുത്തുമല്ലോ മുടിഞ്ഞില്ല കിടപ്പുണ്ടോ? ഷൂട്ടിങ്ങിന് വേണ്ടിട്ടാ? അല്ല, ഈ പടത്തിനല്ല, അടുത്ത പടത്തിന് വേണ്ടിട്ട്. മുടിഞ്ഞ ലുക്കായിരിക്കണം. നീ ഒന്ന് നോക്കടാ മോനെ. ഇങ്ങനെയൊക്കെയാടാ ഓരോരുത്തർ സിനിമ കയറുന്നത്. പണ്ട് ഇതുപോലെ വീട് കാണിക്കാൻ നടന്നവരാ ഇന്നത്തെ പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും, അറിയാവോ? ഛേ, ഞാൻ അത്രക്കാരനൊന്നുമല്ല. നീ എന്നാ അങ്ങനെ സംസാരിച്ചേ? ഇനി അങ്ങനെ സംസാരിക്കരുത് കേട്ടോ. ബോബി, ആ പ്രൊഡ്യൂസർ വരുന്നതിന് മുമ്പ് ഇതിലൊരു തീരുമാനം ഉണ്ടായിക്കോ. എനിക്കിനി അയാളുടെ വായിരിക്കുന്നവർ കേൾക്കാൻ വയ്യ. ഷൂട്ട് തുടങ്ങുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം പറഞ്ഞു എല്ലാം സെറ്റാണെന്ന്. എല്ലാം സെറ്റിടാന്നായിരിക്കും ബോബി ചായൻ കരുതിയത് അല്ലേ? ഇന്ന് ശരിയാക്കി തരാട്ടോ. നീ എന്നാണെന്ന് നോക്ക്. ഓക്കെ, ഞാനിപ്പോൾ വിളിക്കാം കേട്ടോ, ഇപ്പോൾ വിളിക്കാം. ശരി. പിന്നെ അല്ല, ഇന്ന് കാണാന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇപ്പം എന്താ പ്രശ്നം? നടപടിയില്ല മനു. ആ ലൊക്കേഷൻ കിട്ടുമെന്നുള്ള ലൊക്കേഷൻ മാനേജർ പോയി സംസാരിച്ച് നോക്കി. ആ വീട്ടുകാരടുക്കള. റോഷ, ഇത്രയ്ക്കും ക്രൂവും ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഈ ഈരാറ്റുപേട്ടയും തൊടുപുഴയൊക്കെ പോക്ക് റിസ്ക. നമുക്കൊന്നും കൂടി ഇവിടേക്ക് ഒന്ന് കറങ്ങി നോക്കിയാലോ? എൻ്റെ ബോബി, കംപ്ലീറ്റ് ടീം നാളെ ഷൂട്ടിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി കറങ്ങാൻ പോയിട്ട് ഒന്ന് നേരം നിൽക്കാൻ പോലും സമയമില്ല. വാപ്പാ, ഞാനങ്ങോട്ട് വിളിക്കാം വാപ്പാ. ആ അല്ല വാപ്പ, നാളെ പാക്കപ്പോ വാപ്പ. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാനങ്ങ് വരാം. ആ ഞാൻ വരാം വാപ്പാ. എന്താടാ, എന്താ പ്രശ്നം? ഉമ്മാക്ക് ചെറിയൊരു തലകറക്കം, ആശുപത്രിയിലാക്കിന്ന് പറഞ്ഞു. എന്നാ പിന്നെ നിനക്കതൊന്ന് ബുക്കൂടെ? നാളെ ഇപ്പോൾ പാക്കപ്പല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ, എന്നിട്ട് പിന്നെ പോകാമല്ലോ. പിന്നെ ആ ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞ ലൊക്കേഷൻ നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കിയാലോ? അത് കറക്റ്റാ, അത് ചിലപ്പോൾ നടക്കും. അഥവാ നടന്നില്ലെങ്കിൽ കയ്യും കാലും പിടിക്കും. ആ, കൈയും കാലും പിടിക്കാൻ നിനക്കൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പിടിക്കണേ ഞാനല്ലേ. കൈയും കാലും സെറ്റാണ്. ശ്യാമേ, ഒരു മിനിറ്റ്. ഇപ്പോൾ വരാം. എന്താടാ? അതെ, നമുക്ക് സമയം കളയണ്ട, പോയി നോക്കാം. എന്തേ? മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞോടാ. ഏയ്, ഞാൻ ചോദിച്ചില്ലടാ. പുള്ളി അവിടെ ലൊക്കേഷൻ കിട്ടാത്ത കലിപ്പില്ല. അതെല്ലാം നിനക്ക് മനുവിനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ? നീ ഈ പടത്തിൽ വർക്ക് ചെയ്യുന്ന ആളല്ലടാ. ഏയ്, അതൊന്നും ശരിയാവുള്ളടാ. ബോബി ചേട്ടൻ അതൊന്നും ഇഷ്ടപ്പെടില്ല, നീ പറഞ്ഞാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, അയാളോട് അവിടെ ഇരിക്കാൻ പറ. ഈ ചൂടൊക്കെ മാറിയിട്ട് ഞാൻ തന്നെ മനുവിനോടൊന്ന് സംസാരിച്ച് നോക്കാം. അല്ലടാ, രജിസ്റ്റർ ഓഫീസിലെ സീനിലെ റീഷൂട്ട് ചെയ്യണം നീയല്ലേ പറഞ്ഞത്? എടാ, റീഷൂട്ട് ചെയ്യാനൊന്നും ഇല്ല. അയാളുടെ ഒരു ക്ലോസ്, പിന്നെ ആ ഉപ്പിടുന്നതിൻ്റെ ഒരു ക്ലോസ്, അത്രേ ഉള്ളൂ. എടാ, അയാളെ തന്നെ നീ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിധത്തിലാണ് ഇപ്പൊ പുള്ളിനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. എടാ, രജിസ്റ്റർ ഓഫീസ് ഷൂട്ട് ചെയ്തപ്പോൾ അയാളെ പിടിച്ച് നിർത്തി. അയാൾ അവിടെ രജിസ്റ്റർ ആയിപ്പോയി. അതാണ് പറഞ്ഞത് അയാൾ തന്നെ വേണമെന്ന്. എടാ, അതാ പറഞ്ഞ പുള്ളി ഒറിജിനൽ രജിസ്ട്രാർ ആണെന്ന്. 3 മണിക്കൂറായിട്ട് പുള്ളിയുടെ പോസ്റ്റാണ്. നീ എങ്ങനെ നിനക്കേ ഇപ്പോൾ വെള്ളോ സാധനമായിട്ട് കയറിപ്പോയതാരാന്നറിയോ? ആരാ? ഇവിടുത്തെ സ്ഥലം SI. സാരല്ല, പയ്യ മതി, സാവധാനം മതി. പുള്ളി ശരി എന്നാ. ചേട്ടാ, ധൈര്യമായിട്ടിരുന്നു. നമ്മുടെ പയ്യന എല്ലാം സെറ്റാണ്. പിന്നെ ചേട്ടൻ്റെ റോള് സെറ്റായി കഴിഞ്ഞാൽ എൻ്റെ കാര്യം മറക്കരുതട്ടാ.
എന്റെ ചാൻസ് സെറ്റാക്കി തന്ന നിന്റെ കാര്യം സെറ്റ്. ചിത്രേ അവരും എത്തി. എങ്ങനെയുണ്ട് വരും സംഭവമൊക്കെ അല്ലേ? അയാള് പണിക്കാരനാണോ? എന്തൊരു കോലം. എങ്ങനെയുണ്ട്? യാത്രയൊക്കെ സുഖമായിരുന്നോ? എന്നോടാ? സുഖമായിരുന്നു. സുഖമായിരുന്നു. വരൂ, അകത്തേക്ക് ഇരിക്കാം. അല്ല വേണ്ട, ഞങ്ങളിവിടെ വന്നോളാം. അതെന്താ അങ്ങനെ? മുറ്റത്ത് നിന്നൊരു പെണ്ണ് കാണൽ ഇനി പുതിയ ആചാരം വല്ല വന്നോ? ഷേവ് ദ ഡേറ്റ് പോലെ. അല്ല, മനസ്സിലായില്ല. മനസ്സിലാകാതിരിക്കാൻ ഞാൻ അറബി ഒന്നും അല്ലല്ലോ പറഞ്ഞത്, മലയാളം അല്ലയോ പറഞ്ഞത്? കിളവൻ മുടയാന്നല്ലോ. നീ നടങ്ങി ശ്യാമേ. എന്താ പേര്? ഹാരിസ് ഹസൻ. ചെറുക്കൻ മുസ്ലിം വന്നോ? കാലം പോയൊരു പോക്ക് എന്റെ വൈക്കത്തപ്പ, എനിക്കൊന്നും കാണാൻ വയ്യ. അല്ല സാറേ, ഞങ്ങൾ ചന്ദ്രചേട്ടൻ പറഞ്ഞിട്ട് വന്നാ മറ്റേ ഷൂട്ടിങ്ങിലെ. ഞങ്ങള് പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. ഇന്ന് മോളെ കാണാൻ വേണ്ടി ഒരു പാർട്ടി വരുന്നുണ്ടായിരുന്നു. ആണോ? അപ്പൊ ഞങ്ങള് വിചാരിച്ചു നിങ്ങളാണ്. ശരി. അല്ല, ചന്ദ്രന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞിരുന്നാണല്ലോ ഈ ഷൂട്ടിംഗ് പരിപാടികളൊന്നും നടക്കൂലെന്ന്. അല്ല പറഞ്ഞാണ് സാറേ, പക്ഷെ ഞങ്ങളുടെ ഈ സീനിന് പറ്റുന്നൊരു വീടും ലൊക്കേഷനൊക്കെ ഇത് തന്നെയാണ് കറക്റ്റ് ആപ്റ്റേ. തന്നെയല്ല പെട്ടെന്നൊരു ലൊക്കേഷൻ ഇനി കണ്ടുപിടിക്കലും പാടാ. അതാണ് ഞങ്ങൾ തന്നെ നേരിട്ട് വന്നത്. ഇത് ഡയറക്ടർ, ഇത് ക്യാമറാമാൻ, ഇത് അസോസിയേറ്റ്, ഇത് നീ എന്താണ്? ആർട്ട്. അപ്പൊ താനാരാ? ഇത് എവിടെ? ഈ കുട്ടിയുടെ പെണ്ണുകളായിരുന്നു. അതെ. ആരമ്മ ഇവരൊക്കെ? ഇവര് ഷൂട്ടിംഗുകാരാ, ലൊക്കേഷൻ നോക്കാൻ വന്നതാ. സാറേ വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാ ഈ വീട്ടിൽ ഒരു പുൽക്കുടിക്ക് പോലും ഒരു കോട്ടം തട്ടാതെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് പോക്കോളാം സാറേ. അതെന്നാന്നറിയാമോ? കഥകളി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ സമ്മതിച്ചത്. പക്ഷെ സിനിമ അത് നമ്മൾ സമ്മതിക്കത്തില്ല. അതാണ്. അതിന്റെ മാത്രമല്ല, ഒന്നാമത് പ്രായമായ അമ്മയൊക്കെ ഉള്ളതാണ്. സാറേ പിന്നെ അതുമല്ല, ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചാൽ തന്നെ തെവളുണ്ടല്ലോ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അതാ പെങ്ങളെ, നാളെ ആക്ച്വലി നമ്മളെ പാക്കപ്പ് ഡേ ആണ്. നമ്മുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന ലൊക്കേഷനിൽ ഒരു മരണം, അതുകൊണ്ടാണ്. മാത്രമല്ല ഈ ലൊക്കേഷൻ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ടു പോയി. പ്ലീസ് ഒന്ന് സഹായിക്കണം. സഹോദര, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, നടക്കൂല. ഞാൻ പറഞ്ഞില്ലേ, അവള് തറവാടിയാ, അവള് സമ്മതിക്കത്തില്ല. അല്ല ചെറുക്കനും കൂട്ടരാന്നും പറഞ്ഞ് ലഡു എടുത്തേനെ ഞാനിപ്പോ. എന്നാരുവാ വന്നേക്കുവാ. മനു, എന്താ ചെയ്യണ്ട നമുക്ക്? ഈ ഫെൻസിങ്ങിന്റെ സെഷനിലെ മഞ്ജു ചേച്ചി ടുവേർഡ്സ് ക്യാമറ വന്ന ആ എൻട്രി പൊളിക്കൂലേ? പൊളിക്കും, പക്ഷേ വേറെ സ്ഥലം നോക്കാം. ആര്? മഞ്ജു ചേച്ചി? ഈ സിനിമയിൽ മഞ്ജു ഉണ്ടാ? ആ, ഒരു ഗസ്റ്റ് റോളാ. എന്നാ പിന്നെ നല്ല സിനിമയായിരിക്കും. ഒരു ദിവസത്തെ കാര്യമല്ലുള്ളൂ. നിങ്ങൾ ഷൂട്ട് ചെയ്തോ? പിന്നെ സാധനങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല. അമ്മേ, നീയൊക്കെ ജനിക്കണേന് മുന്നേ ഞാൻ കാണാൻ തുടങ്ങിയതാ മഞ്ജുവിനെ. ഒരു ദിവസം അവര് ചോദിച്ചോളൂ, നമുക്ക് അതങ്ങടെ അഡ്ജസ്റ്റ് ചെയ്യാം. മഞ്ജു അതൊരു ബ്രാൻഡാ. ഇനി ഇത് നമ്മുടെ വീടാ. ഈ ക്യാരവൻ കയറി വല്ലാത്തോണ്ട് ആരും നീ അത് ചോദിക്കൂല. അതത്ര ആശ്വാസം. അത് തന്നെ. എല്ലാവരും ഇവിടെ തന്നെ കാണൂല്ലോ. അവൻ്റെയൊക്കെ ബ്രാൻഡ് ആണെങ്കിലും ബ്രാൻഡി ആണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഈ സിനിമ എന്ന് പറയുന്നത് അതൊരു കൺകെട്ട് വിദ്യയാണ്. തെർമോക്കോൾ കൊണ്ട് അച്ഛനെ വരെ ഉണ്ടാക്കുന്ന പാർട്ടീസാ. സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. എന്റെ പൊന്നമ്മാവാ, അതൊക്കെ പണ്ടാ. ഇപ്പൊ നല്ല റിയലിസ്റ്റിക് സിനിമയുടെ കാലാ. എന്ത് ഇലാസ്റ്റിക് ആണെങ്കിലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അല്ല, ആ ചെറുക്കനും കൂട്ടരും വരാന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? അവര് വരുന്ന സമയമായിട്ടുള്ളൂ.